സുഹൃത്തുക്കളെ, പ്രകൃതി ജീവനത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പ്രകൃതി ജീവനം എന്ത് എന്നും എങ്ങനെ നമ്മൾക്ക് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. അലോപ്പതി എന്ന് പറയുന്ന ശാഖയിൽ രോഗങ്ങൾ പലതാണ്, രോഗകാരണങ്ങൾ പലതാണ്. ഉദാഹരണമായിട്ട് BP, ഷുഗർ, ആസ്മ, തൈറോയിഡ് ഇവയെല്ലാം പല പല രോഗങ്ങളാണ്. ഇവയുടെ കാരണവും പലതാണ്. എന്നാൽ പ്രകൃതി ജീവനത്തിൽ ഒരൊറ്റ രോഗം മാത്രമേ ഉള്ളൂ. ഒരു രോഗം, ഒരു ചികിത്സ. ഈ സിദ്ധാന്തം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പ്രകൃതി ജീവനത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് അർത്ഥം. എന്താണ് ഒരു രോഗം, ഒരു ചികിത്സ? ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, 3 നേരം ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ തന്നെ വെള്ളം തുടങ്ങിയവയെല്ലാം നമ്മൾ കുടിക്കുന്നു. ഈ 3 നേരം കഴിക്കുന്ന ഭക്ഷണം 3 പ്രാവശ്യമായിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ നമ്മളുടെ ദഹന വ്യവസ്ഥ വളരെ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സാധാരണയായിട്ട് കാണുന്നത് ആൾക്കാർ 4ഉം 5ഉം തവണ കഴിക്കുന്നു, പക്ഷേ ദിവസവും കൃത്യമായിട്ട് പുറത്തു പോകുന്നില്ല. ചിലരെല്ലാം 2ഉം 3ഉം ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തു പോകുന്നത്. ചിലർക്ക് പുറത്തു പോകണമെങ്കിൽ ചായ, കാപ്പി തുടങ്ങിയവയെല്ലാം വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദഹന വ്യവസ്ഥ തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അന്യവസ്തുക്കൾ ഒരുപാട് അടിഞ്ഞുകൂടും. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥ തകരാറിലാണെങ്കിൽ, ഭക്ഷണം ശരിക്ക് ദഹിക്കുന്നില്ല എങ്കിൽ, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ദഹനം ശരിയായിട്ട് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നുള്ള സത്ത്, അതിനെ നമ്മൾ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ രസം എന്ന് വിളിക്കും. ഭക്ഷണം ശരിക്ക് ദഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനു പകരം ആമം എന്ന് പറയുന്ന ഒരു വിഷമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ആമവിഷമാണ് എല്ലാ രോഗത്തിനും കാരണം എന്ന് ആയുർവേദം പറയുന്നു. അജീർണം സർവ്വരോഗൈക കാരണം, അതായത് ദഹനക്കേട് കൊണ്ട് എല്ലാ രോഗങ്ങളും ഉൽപ്പന്നമാകുന്നു എന്ന് ആയുർവേദം പറയുന്നു. അതുതന്നെയാണ് പ്രകൃതി ചികിത്സയും പറയുന്നത്. പ്രകൃതി ജീവനത്തിൽ പറയുന്നത് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണം ദഹിച്ച് യഥാസമയത്ത് പുറത്തു പോവുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരുവിധ രോഗവും ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ ദഹനം തകരാറിലായിരിക്കുകയാണ്, അസിഡിറ്റി ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ദഹനക്കേടാണ്. ആ സമയത്ത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായിട്ട് ദഹിക്കുകയില്ല. എന്നിട്ട് ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ തന്നെ തങ്ങിക്കിടക്കും. അതിനെയാണ് ശരീരത്തിലെ അന്യവസ്തുക്കൾ എന്ന് പ്രകൃതി ജീവനത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ വിഷം എന്ന് പറയുന്നത്. ഈ അന്യവസ്തുക്കൾ ആണ് എല്ലാ രോഗത്തിനും കാരണം എന്നാണ് പ്രകൃതി ജീവനം പറയുന്നത്. ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ കിടക്കുന്ന ഈ അന്യവസ്തുക്കൾ, അല്ലെങ്കിൽ വിഷം, അല്ലെങ്കിൽ ടോക്സിൻ, അല്ലെങ്കിൽ ആമം തന്നെയാണ് സർവ്വരോഗത്തിനും കാരണം. ഉദാഹരണമായിട്ട് ഈ ദോഷങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പോയി കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹൃദ്രോഗം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിലെ ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഇതേ ആമദോഷം നമ്മുടെ വൃക്കയിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മളതിന് മൂത്രക്കല്ല് എന്ന് പറയുന്നു. ഇതേ വിഷം തന്നെ, അല്ലെങ്കിൽ ഇതേ അന്യവസ്തു തന്നെ നമ്മുടെ ശ്വാസകോശത്തിൽ അടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആസ്മ എന്ന് വിളിക്കുന്നു. ഈ അന്യവസ്തു തന്നെ പാൻക്രിയാസിൽ പോയി അടിയുകയാണെങ്കിൽ നമ്മളതിനെ പ്രമേഹം എന്ന് വിളിക്കുന്നു. ഈ അന്യവസ്തു തന്നെ രക്തക്കുഴലുകളിൽ അടിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ BP എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണും. നമ്മളുടെ ശരീരത്തിലുള്ള ദഹന വ്യവസ്ഥ തകരാറിലാകുന്ന സമയത്ത് നമ്മുടെ ശരീരം പരിപൂർണമായിട്ടും മാലിന്യങ്ങളെ വിസർജിച്ച് കളയുന്നില്ല. അപ്പോൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആ വിഷവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗത്തിനും കാരണം. അത് കണ്ണിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ നമ്മളതിനെ തിമിരം എന്ന് വിളിക്കുന്നു. അതുതന്നെ തലയിൽ അടിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മൾക്ക് ഓർമ്മശക്തി കുറവ് ഉണ്ടാകുന്നു, ഡിമെൻഷ്യ ഉണ്ടാകുന്നു. അതങ്ങനെ പ്രകൃതി ജീവന സിദ്ധാന്തപ്രകാരം എല്ലാ രോഗങ്ങൾക്കും ഉള്ള കാരണം ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ അന്യവസ്തു, അല്ലെങ്കിൽ ആമം, അല്ലെങ്കിൽ വിഷം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 3 നേരം ഭക്ഷിക്കുന്നു, പക്ഷേ 1 നേരമായി പുറത്തു പോകുന്നുള്ളൂ. അതിനാൽ നമ്മുടെ മലം പരിപൂർണമായിട്ടും പുറത്തു പോകുന്നില്ല. അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞ് കൂടിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ടാകുന്നു. എത്ര സിമ്പിളാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. യാതൊരുവിധ ടെസ്റ്റിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് രോഗമുണ്ടെങ്കിലും അതിൻ്റെ കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഊഹിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാവും, എൻ്റെ രക്തക്കുഴലിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അത് കാരണമാണ് എനിക്ക് BP ഉണ്ടായിട്ടുള്ളത്.
അതേപോലെ തന്നെ ആസ്മയുള്ള ഒരു വ്യക്തിക്ക് ഉടൻ തന്നെ മനസ്സിലാവുന്നു, എൻ്റെ ശ്വാസകോശത്തിൽ ഈ അന്യവസ്തുക്കൾ ധാരാളം അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആസ്മ ഉണ്ടാകുന്നത് എന്ന് ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. അതിനാൽ ഈ സിദ്ധാന്തം നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. രോഗങ്ങൾ എന്ന് പറയുന്നത് അനേക രോഗങ്ങളില്ല, ഒരു രോഗം മാത്രമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രോഗത്തിൻ്റെ കാരണവും അനേകങ്ങളല്ല, ഒരൊറ്റ കാരണം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് രോഗമാണെങ്കിലും അതിൻ്റെ കാരണം ഒന്ന് തന്നെയാണ്, ശരീരത്തിൽ അടിഞ്ഞു കൊടുക്കുന്ന അഴുക്ക്. അതിനാൽ നിങ്ങൾക്ക് ഇനി ഏത് രോഗമാണ് എന്ന് അറിയേണ്ട ആവശ്യമില്ല. എല്ലാ രോഗത്തിൻ്റെയും കാരണം ശരീരത്തിലെ അഴുക്കാണ് എന്ന് മനസ്സിലായി. ഇനി രോഗത്തിൻ്റെ നിവാരണം എന്താണ്? ഈ അഴുക്കിനെ പുറന്തള്ളുക വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ പുറന്തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രോഗവിമുക്തരായി. ഉദാഹരണമായിട്ട് ശ്വാസകോശത്തിൽ അടിഞ്ഞു കിടക്കുന്ന അഴുക്കിനെ പുറന്തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യക്തി ആസ്മയിൽ നിന്ന് വിമുക്തനാകും. രക്തക്കുഴലിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ രക്തക്കുഴലിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി BP യിൽ നിന്ന് മുക്തനാകുന്നു. പാൻക്രിയാസിൽ അടിഞ്ഞു കിടക്കുന്ന അഴുക്കുകളെ പുറത്താക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഡയബറ്റീസിൽ നിന്ന് മുക്തനാകുന്നു. ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വിമുക്തമാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹൃദയത്തിൻ്റെ ബ്ലോക്കിൽ നിന്ന് വിമുക്തനാകുന്നു. കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിൽ നിന്ന് നമ്മുടെ ശരീരത്തെ വിമുക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മൂത്രക്കല്ലിൽ നിന്ന് വിമുക്തനായി. ഇത്ര വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം ആണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആധുനിക ചികിത്സകർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്തത്? ഉദാഹരണമായിട്ട് ഒരു വ്യക്തിക്ക് BP ഉണ്ട് എന്ന് കരുതുക. രക്തധമനികളിലെ ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ പുറത്താക്കാൻ അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. BPയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് മാത്രമാണ് കൊടുക്കുന്നത്. ആസ്മ രോഗിക്ക് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ പുറന്തള്ളാനുള്ള ഒരു മരുന്നും കൊടുക്കുന്നില്ല. അതിനു പകരം ശ്വാസത്തെ സുഗമമാക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. താൽക്കാലിക ഫലം മാത്രമാണ് ഇവ ഉണ്ടാക്കുക. ഹൃദയത്തിൽ അടിഞ്ഞുകിടക്കുന്ന അഴുക്കുകളെ ഇവർ ഇല്ലാതാക്കാൻ നോക്കുന്നില്ല. അതിനു പകരം സ്റ്റെൻറ്റും ബൈപ്പാസും ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് രോഗകാരണം അവിടെ തന്നെ നിൽക്കുന്നു. അത് കാരണം ഒരു വ്യക്തി നിത്യവും രോഗിയായിട്ട് തീരുന്നു. അതിനാൽ ഈ സിദ്ധാന്തം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പ്രകൃതി ജീവനത്തിൽ അനേകം രോഗങ്ങളില്ല, ഒരു രോഗം മാത്രമേ ഉള്ളൂ. പ്രകൃതി ജീവനത്തിൽ അനേകം ചികിത്സയില്ല, ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ. ശരീരത്തിലെ അഴുക്കാണ് രോഗം. ശരീരത്തിലെ അഴുക്കിനെ പുറന്തള്ളലാണ് രോഗത്തിൻ്റെ ചികിത്സ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രകൃതി ജീവനത്തിൻ്റെ ഏകദേശം ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്, നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ബാക്ടീരിയയോ വൈറസോ അല്ല, ശരീരത്തിലെ അഴുക്കുകളാണ് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ അംഗീകരിച്ചു എന്ന് വരില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം ഉണ്ട് എന്ന് കരുതുക. ആ റൂമിൽ നിങ്ങൾ നിത്യവും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഇടുന്നു. ഉദാഹരണമായിട്ട് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതേപോലെ തന്നെ മലം, മൂത്രം, ഇവയെല്ലാം നിങ്ങൾ ആ മുറിയിൽ തന്നെ വിസർജിക്കുകയാണ്, അല്ലെങ്കിൽ ആ മുറിയിൽ തന്നെ നിങ്ങൾ കളയുകയാണ്. അപ്പോൾ എന്തു പറ്റുന്നു? കുറേ ദിവസങ്ങൾക്കതിന് ശേഷം ആ മുറിയിൽ നിറയെ ഈച്ചയും കൊതുകും പ്രാണികളും ഷഡ്പദങ്ങളും കീടങ്ങളും എല്ലാം പെരുകുന്നതാണ്. ഇനി ആ കീടങ്ങളെയും ആ ഷഡ്പദങ്ങളെയും ആ ബാക്ടീരിയയും വൈറസിനെയും ഇല്ലാതാക്കാൻ നിങ്ങൾ ദിവസവും അവിടെ മരുന്ന് തളിക്കുകയാണ് എന്ന് വിചാരിക്കുക. മരുന്ന് തളിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ മാലിന്യങ്ങൾ തള്ളുകയാണെങ്കിൽ ആ കൊതുകുകളുടെയും അതേപോലെ തന്നെ ഷഡ്പദങ്ങളുടെയും മറ്റ് പ്രാണികളുടെയും യഥാർത്ഥ കാരണം എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു കാരണവശാലും ആ പ്രാണികളെ വിഷവസ്തുക്കൾ തളിച്ച് അവയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാണികളെ കൊല്ലുന്നതിന് പകരം ആ മുറിയിലെ എല്ലാ വൃത്തികേടുകളെയും അടിച്ച് തൂത്ത് പുറത്ത് കളയുക. ആ മുറി വൃത്തിയാക്കി വയ്ക്കുക. ഒരിക്കലും ആ മുറിയിൽ കൊതുകുകളോ അല്ലെങ്കിൽ ഈച്ചകളോ മറ്റുള്ള പ്രാണികളോ പുഴുക്കളോ ഒന്നും തന്നെ വരില്ല. നമ്മൾ എത്ര കണ്ട് നമ്മളുടെ മുറി വൃത്തിയാക്കി വയ്ക്കുന്നുവോ അത്ര കണ്ട് ആ മുറിയിൽ യാതൊരുവിധ കീടങ്ങളോ അതേപോലെ തന്നെ ബാക്ടീരിയയോ വൈറസോ ഒന്നും തന്നെ വരുന്നതല്ല. ഈ ഒരു ഉദാഹരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിൽ അന്യവസ്തുക്കൾ, നേരത്തെ പറഞ്ഞ രീതിയിൽ ഭക്ഷണം ദഹിച്ചിട്ടില്ല, ശരിയായിട്ടുള്ള ദഹനമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും പുറത്തു പോകുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ആ അന്യവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന സമയത്ത് അവിടെ ബാക്ടീരിയയ്ക്കും വൈറസിനും പെറ്റുപെരുകാനുള്ള ഒരു ഇടമായിട്ട് തീരുന്നു.
അതിനാൽ മോഡേൺ ഡോക്ടർമാർ നമ്മളുടെ രക്തവും മലവും മൂത്രവും എല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഇത്ര ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലാനുള്ള മരുന്ന് കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാം. നിങ്ങളുടെ ശരീരത്തിൽ ആ അന്യവസ്തുക്കൾ ഇല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഹാനികരമായിട്ടുള്ള യാതൊരുവിധ ബാക്ടീരിയയോ വൈറസോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം സെല്ലുകളുണ്ടോ ആ സെല്ലുകളുടെ 10 ഇരട്ടി ബാക്ടീരിയയും വൈറസും ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ലോകത്ത് എത്രമാത്രം മനുഷ്യരുണ്ടോ ആ മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടി ബാക്ടീരിയയും വൈറസും നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട്. അതിൽ പല ബാക്ടീരിയകളും നിങ്ങളുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ബാക്ടീരിയകളാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രകൃതി ചികിത്സയുടെ രണ്ടാമത്തെ സിദ്ധാന്തം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ബാക്ടീരിയയോ വൈറസോ അല്ല രോഗത്തിന് കാരണം, നിങ്ങളുടെ ശരീരത്തിലെ അന്യവസ്തുക്കളാണ്. ആ അന്യവസ്തുക്കൾ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ ബാക്ടീരിയയും വൈറസും പെരുകുന്നത്. ആ അന്യവസ്തുക്കൾ ഇല്ല, നിങ്ങളുടെ ശരീരം ശുദ്ധമാണെങ്കിൽ അവിടെ യാതൊരുവിധ ബാക്ടീരിയയോ വൈറസോ വളരുന്നതല്ല. നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളെ മാറ്റാതെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ആൻറ്റിബയോട്ടിക്സ് പ്രയോഗിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾക്ക് ആ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതായത് ഒരു മുറിയിൽ കിടക്കുന്ന ചപ്പുചവറുകളും മാലിന്യങ്ങളും നമ്മൾ നീക്കം ചെയ്യാതെ അതിൽ എത്ര തന്നെ നമ്മൾ ക്ലീനിങ് മെറ്റീരിയൽ തളിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ബാക്ടീരിയയും വൈറസും അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിൽ അഴുക്കുള്ളത് കൊണ്ടാണ് പ്രത്യേക രീതിയിലുള്ള ബാക്ടീരിയയും വൈറസും നമ്മുടെ ശരീരത്തിൽ വളരാനുള്ള കാരണം. അതിനാൽ നമ്മുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയയോ വൈറസോ അല്ല, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കാണ് നമ്മുടെ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ അഴുക്കുള്ളത് കൊണ്ടാണ് പ്രത്യേക രീതിയിലുള്ള ബാക്ടീരിയയും വൈറസും അവിടെ വളർന്നു വരുന്നത്. ആ അഴുക്കില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ബാക്ടീരിയയും വൈറസും അവിടെ വളർന്നു വരുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിലെ അഴുക്കുകളെ പരിപൂർണമായിട്ടും വിമുക്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്കില്ലാത്ത അവസ്ഥ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാക്ടീരിയയ്ക്കും വൈറസിനും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അഥവാ നിങ്ങൾക്ക് അസുഖം വന്നു എങ്കിൽ കൂടി ആ ബാക്ടീരിയയും വൈറസിനെയും കൊല്ലുന്നതിന് പകരം നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്യവസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ളതായിരിക്കും. അന്യവസ്തുക്കൾ പുറന്തള്ളിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രോഗവും മാറും, അതേപോലെ തന്നെ ആ അണുക്കളും ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. ഇതാണ് ശരിയായിട്ടുള്ള ചികിത്സാ രീതി. ഇപ്പോൾ നിങ്ങൾക്ക് പ്രകൃതി ജീവനത്തിൻ്റെ രണ്ടാമത്തെ സിദ്ധാന്തമായിട്ടുള്ള ബാക്ടീരിയയോ വൈറസോ അല്ല രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, ശരീരത്തിലുള്ള അഴുക്ക് മൂലമാണ് ബാക്ടീരിയയും വൈറസും ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലായി. ആ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം ആ ബാക്ടീരിയയോ വൈറസോ അല്ല, അത് പെരുകാനുള്ള ആ ശരീരത്തിലെ ആ അഴുക്കുകൾ അല്ലെങ്കിൽ അന്യവസ്തുക്കൾ, ടോക്സിൻ അല്ലെങ്കിൽ ആമം, വിഷം, അതാണ് കാരണം എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ ചികിത്സയുടെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രകൃതി ചികിത്സയിലെ മൂന്നാമത്തെ സിദ്ധാന്തത്തെക്കുറിച്ച് വിവരിക്കാം. അതായത് സാധാരണ നമ്മൾ കാണുന്ന പനി, ജലദോഷം, വയറിളക്കം, ഛർദി തുടങ്ങിയവ ഒരിക്കലും രോഗങ്ങളല്ല, ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് ഇവ. ഇവ രക്ഷകരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ വിഷമുള്ള ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു, ഉടൻ തന്നെ നമ്മുടെ ശരീരത്തിൽ ഛർദി ഉണ്ടാവും. അപ്പോൾ ഛർദി എന്ന് പറയുന്ന പ്രക്രിയ നമ്മളെ രക്ഷിക്കാനുള്ളൊരു മാർഗമായിരുന്നു. അതായത് ശരീരത്തിൽ അകപ്പെട്ട ആ വിഷവസ്തുക്കളെ ശരീരം ഛർദിയിലൂടെ പുറന്തള്ളാനാണ് ശ്രമിച്ചത്. പക്ഷേ നമ്മൾ അതിനു പകരം ആ ഛർദിയെ അടിച്ചമർത്താൻ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ ഹാനിയായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വിഷവസ്തുക്കൾ ഭക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം ഉടൻ തന്നെ ലൂസ് മോഷൻ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അതിസാരം ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വയറ്റിൽ നിന്ന് ഒരുപാട് ദ്രവരൂപത്തിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് പുറന്തള്ളിക്കൊണ്ടേയിരിക്കും. പല പ്രാവശ്യം നമ്മൾക്ക് ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ശരീരത്തിൽ എന്തോ വിഷവസ്തു അകപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ശരീരം അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് ഈ രീതിയിലുള്ള ലൂസ് മോഷൻ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ലൂസ് മോഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല, നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ശരീരം നൽകുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ജലദോഷമുണ്ടാകുന്നു. ഈ സമയത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നു. അതുമൂലമാണ് ആ അഴുക്കുകൾ കഫരൂപത്തിലൂടെ മൂക്കിലൂടെയും വായിലൂടെയും പുറത്തു പോകുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. ഈ അഴുക്കുകൾ ശരീരത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസറോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകര രോഗമോ ആയിത്തീരുമായിരുന്നു. ജലദോഷം വന്നതിനാൽ ആ അഴുക്കുകളെല്ലാം പുറത്തു പോകുന്നു. അതിന് നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ആ അഴുക്കുകളെ, കഫത്തെ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. ആ കഫത്തെ ഏത് രീതിയിൽ പുറന്തള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് കൊടുക്കേണ്ടത്. ഈ കഫങ്ങളെല്ലാം ഉള്ളിൽ തന്നെ അടിഞ്ഞുകൂടി കിടക്കുകയാണെങ്കിൽ അത് പിന്നീട് നീണ്ടു നിൽക്കുന്ന മൈഗ്രെയിനോ അല്ലെങ്കിൽ തലയിലുള്ള ഏതെങ്കിലും ട്യൂമറിനോ കാരണമായിട്ട് തീരുമാനിക്കും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം ജലദോഷം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ പനി എന്ന് പറയുന്നതും ശരീരത്തിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഏതെങ്കിലും പാത്രമുണ്ട് എന്ന് കരുതുക. അതിൽ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിലെ അഴുക്കുകളും അതേപോലെ തന്നെ എണ്ണകളും പരിപൂർണമായിട്ടും പുറത്തു പോകുന്നില്ല. അപ്പോൾ ആ അഴുക്കിനെ പുറന്തള്ളാനായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ചൂടുവെള്ളമോ അതേപോലെ തന്നെ മറ്റുള്ള ചൂടുള്ള പദാർത്ഥങ്ങളോ ഒരുപക്ഷെ ഉപയോഗിക്കേണ്ടി വന്നിരിക്കും. എന്നാൽ മാത്രമേ ആ അഴുക്കുകൾ പോവുകയുള്ളൂ. അതേപോലെ തന്നെ ശരീരത്തിലെ അഴുക്കുകളെ പുറന്തള്ളാൻ ശരീരം ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട്ടിനെ കൂട്ടുന്നതാണ്. അതിനാൽ ഈ രീതിയിലുള്ള ചുമ, ജലദോഷം, ഛർദി, വയറിളക്കം ഇവയൊന്നും രോഗങ്ങളല്ല, ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതാണ് പ്രകൃതി ചികിത്സയുടെ മൂന്നാമത്തെ സിദ്ധാന്തം. ഇനി നാലാമത്തെ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നത് ഡോക്ടറോ മരുന്നോ അല്ല, നമ്മുടെ ശരീരം തന്നെയാണ്. ഒരു ഡോക്ടറിനും മരുന്നിനും ഹോസ്പിറ്റലിനും നമ്മുടെ അസുഖത്തെ മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ അസുഖത്തിനെ മാറ്റാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാലിലോ കയ്യിലോ എല്ലൊടിഞ്ഞു. എല്ലൊടിയുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. അപ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? ഒടിഞ്ഞ് കിടക്കുന്ന 2 അസ്ഥികളെ ലോഹക്കഷ്ണം ഉപയോഗിച്ച് അതിനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അവിടെ ബാൻഡേജ് ഇടുന്നു. അത്രമാത്രമേ ഡോക്ടറിനും ഹോസ്പിറ്റലിനും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ എല്ലുകളെ കൂട്ടിച്ചേർക്കുന്നത് ആരാണ്? ശരീരം തന്നെയാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും വ്രണങ്ങൾ ഉണ്ടായി, അപ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നത് അവിടെ മരുന്ന് വെച്ച് അവിടെ ബാൻഡേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡോക്ടർക്ക് ചെയ്യാൻ ഉള്ള കാര്യം. അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് ആരാണ്? ശരീരം തന്നെയാണ്. അതിനാൽ ഡോക്ടറോ മരുന്നുകളോ അല്ല നമ്മുടെ ശരീരത്തെ രോഗവിമുക്തമാക്കുന്നത്, അത് ശരീരം തന്നെ സ്വയം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ഒരു റബ്ബർ ബാൻഡിനെ എത്ര കണ്ട് നമ്മൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ വലിച്ചു നീട്ടൽ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ റബ്ബർ ബാൻഡ് പൂർവ്വസ്ഥിതിയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം എല്ലാ സമയത്തും രോഗത്തിൽ നിന്ന് വിമുക്തനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി പ്രകൃതി ചികിത്സയുടെ അടുത്ത ഒരു സിദ്ധാന്തത്തിലേക്ക് പോകാം. അതായത് ശരീരം ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ. ഒന്നുകിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ പുറന്തള്ളി ശരീരത്തെ രോഗവിമുക്തമാക്കുക. ഈ 2 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ ശരീരം ഒരു സമയത്ത് ചെയ്യുകയുള്ളൂ. ഉദാഹരണമായിട്ട് രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ശരീരം ഉടൻ തന്നെ ചെയ്യുന്നത് ആ ഭക്ഷണത്തെ ഏത് രീതിയിൽ ദഹിപ്പിക്കാം എന്നതിലായിരിക്കും ശരീരത്തിൻ്റെ പരിപൂർണ ശ്രദ്ധ. ആ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ശരീരം മാലിന്യങ്ങളെ പുറന്തള്ളുവാൻ ശ്രമിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു റോഡ് ഉണ്ട് എന്ന് കരുതുക. ആ റോഡിൽ നിറയെ കുണ്ടുകളും കുഴികളും ഉണ്ട്. ട്രാഫിക്കിന് അനുയോജ്യമായിട്ടുള്ള റോഡല്ല, അത് കേടുവന്ന് കിടക്കുന്ന റോഡാണിത്. ആ റോഡിനെ നമ്മൾക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെയുള്ള ട്രാഫിക്കിനെ നിർത്തണം. വാഹനങ്ങൾ അതിലൂടെ ഓടുന്നത് നിർത്തണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ റോഡിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ആ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് രോഗനിവാരണത്തിന് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രകൃതി ചികിത്സക്കാർ പറയുന്നതിൻ്റെ രഹസ്യം അതാണ്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം ഭക്ഷണം ദഹിപ്പിക്കുന്നതിൽ ഏർപ്പെടും. അപ്പോൾ ആ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കില്ല. ഭക്ഷണം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ശരീരം ആ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രയത്നം തുടങ്ങുകയുള്ളൂ. അപ്പോൾ ശരീരം ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ. ഒന്നുകിൽ ഭക്ഷണം ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ശരീരത്തെ റിപ്പയർ ചെയ്യുക. ഭക്ഷണം ദഹിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ശരീരത്തിലെ രോഗത്തെ ഇല്ലാതാക്കാനുള്ള റിപ്പയറിംഗ് വർക്ക് ശരീരം നടത്തുകയുള്ളൂ. പ്രകൃതി ജീവിതത്തിൻ്റെ അടുത്ത ഒരു സിദ്ധാന്തം, അതായത് നമ്മളെക്കാൾ അല്ലെങ്കിൽ ഡോക്ടറേക്കാൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്തിയ ഡോക്ടറേക്കാൾ ഏറ്റവും ഇൻ്റലിജൻസാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും.
നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ആ ആത്മാവ് അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ഓരോ സെല്ലിനും നമ്മുടെ എല്ലാ ഡോക്ടർമാരെക്കാളും ബുദ്ധിയുണ്ട്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ ലോകത്തിലെ എല്ലാ മുന്തിയ ഡോക്ടറേക്കാളും ബുദ്ധിയുണ്ട്. കാരണം ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രോഗചികിത്സയിൽ നമ്മൾ ആദ്യമായിട്ട് വിശ്വസിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ഇൻ്റലിജൻസും ഇല്ല, അതിന് ബുദ്ധിയില്ല, നമ്മൾ വേണം അതിനെ നേരെയാക്കാൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഡോക്ടർമാർ വേണം, മരുന്ന് വേണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഓരോ സെല്ലിലും ഒളിഞ്ഞു കിടക്കുന്ന ആ അറിവ് എന്ന് പറയുന്നത് അനന്തമായിട്ടുള്ള അറിവാണ്. ആ ഓരോ സെല്ലുകളും ഭക്ഷണം സ്വീകരിക്കുന്നു, അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ഊർജം സ്വീകരിക്കുന്നു, അവശിഷ്ടങ്ങളെ വിസർജിക്കുന്നു. അപ്പോൾ ഓരോ സെല്ലും ഓരോ ജീവനാണ്. ഈ എല്ലാം കൂടിയിട്ടുള്ള ഒരു ജീവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോശത്തിനും ജീവനുണ്ട്, ഓരോ കോശത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിയുണ്ട്. നമ്മുടെ ശരീരത്തിന് ആകമാനം ടോട്ടലായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വിവേകമുണ്ട്. ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് മാറ്റാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ മരുന്ന് പാൻക്രിയാസിൽ തന്നെ ചെന്ന് ചേരണം എന്ന് ആരാണ് നിർണ്ണയിക്കുന്നത്? അത് ശരീരം തന്നെയാണ്. കണ്ണിന് പോകണം, നമ്മൾ കണ്ണിന് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു, അത് കണ്ണിൽ ചെന്ന് ചേരണമെന്ന് ആരാണ് നിർണ്ണയിക്കുന്നത്? ശരീരം തന്നെയാണ്. അതുകൂടാതെ ഒരു പുതിയ മനുഷ്യ ശരീരത്തിനെ തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. അതായത് പുതിയ വൃക്കയും ഹൃദയവും ശ്വാസകോശവും എല്ലാം തന്നെ ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ മനുഷ്യ ശരീരത്തിനുണ്ട്. ഒരു സ്ത്രീയിൽ ഒരു ചെറിയ കുട്ടി ഉള്ളിൽ ജനിക്കുന്നു. ആ കുട്ടിയിൽ ഉണ്ടാകുന്ന എല്ലാ അവയവങ്ങളും, ഹൃദയമാകട്ടെ, ശ്വാസകോശമാകട്ടെ, വൃക്കയാകട്ടെ, തലച്ചോറാകട്ടെ, കണ്ണുകളാകട്ടെ, എല്ലാം സൃഷ്ടിക്കുന്ന നമ്മുടെ ശരീരം തന്നെയാണ്. അതിനാൽ ഏറ്റവും അറിവും അതേപോലെ തന്നെ എല്ലാ സൃഷ്ടിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ അറിവും നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മളുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നമ്മളതിനെ ഇല്ലാതാക്കുന്ന സമയത്താണ് നമ്മൾക്ക് രോഗമുണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ശരീരം ഏതെങ്കിലും അവസ്ഥയിൽ രോഗബാധിതമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ശരീരം ഉടൻ തന്നെ നമ്മളോട് പറയുന്നു വിശപ്പില്ല എന്ന് പറയുന്ന ലക്ഷണങ്ങൾ നമ്മളെ കാണിക്കുന്നു. ശരീരത്തിന് ഒട്ടും തന്നെ വിശപ്പുണ്ടാകുന്നില്ല, നമ്മൾ കഴിക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം ശരീരം നമ്മളോട് സംസാരിക്കുകയാണ്, എനിക്ക് വിശപ്പില്ല, ഈ സമയത്ത് ഞാൻ ശരീരത്തിൽ റിപ്പയർ ചെയ്യുകയാണ്, ഒരിക്കലും ഭക്ഷണം തരരുത് എന്ന് നമ്മളോട് പറയുന്നു. പക്ഷേ നമ്മളത് അവഗണിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മളാണ് ശരീരത്തിനേക്കാളും കൂടുതൽ സ്മാർട്ടായിട്ടുള്ള വ്യക്തി, അതിനാൽ ശരീരത്തെ വീണ്ടും ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. അതുമൂലം ശരീരത്തിന് വീണ്ടും കൂടുതലായിട്ട് ഓവറായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ രോഗനിവാരണം അവിടെ ഇല്ലാതാകുന്നു, നമ്മൾ വീണ്ടും രോഗിയായിട്ട് തീരുന്നു. അതിനാൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന് ഏറ്റവും വളരെ നല്ല ബുദ്ധിയുണ്ട്. ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. പുതിയ അവയവങ്ങളെ സൃഷ്ടിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. ശരീരത്തിൽ വന്ന എല്ലാ കേടുപാടുകളെയും ഇല്ലാതാക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. പക്ഷേ ശരീരത്തിന് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രകൃതി ജീവനത്തിൽ അതാണ് ചെയ്യുന്നത്. ഡോക്ടർമാർക്ക് അറിയാം, അവരല്ല ആ രോഗത്തെ മാറ്റുന്നത്, ശരീരം തന്നെയാണ് രോഗത്തെ മാറ്റുന്നത്. അതിനാൽ ശരീരത്തിന് അതിൻ്റെ രോഗത്തെ മാറ്റാൻ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, അതുമാത്രമാണ് ഒരു ഡോക്ടർക്ക് ചെയ്യാനുള്ള കാര്യം. ഇനി പ്രകൃതി ജീവനത്തിൽ മറ്റൊരു സിദ്ധാന്തം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. ഡോണ്ട് ടെസ്റ്റ് യുവർ ഡിസീസ്, ടെസ്റ്റ് യുവർ ഹാബിറ്റ്. അതായത് ഒരിക്കലും നിങ്ങളുടെ രോഗം എന്താണ് എന്ന് ടെസ്റ്റ് ചെയ്യരുത്, പക്ഷേ നിങ്ങളുടെ സ്വഭാവം എന്താണ് അതിനെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കരുതുക. ആ വ്യക്തി കൊളസ്ട്രോൾ അല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്, കൊളസ്ട്രോൾ ഉണ്ടാകുന്ന കാരണം എന്താണ് അതിനെയാണ് ആ വ്യക്തി ടെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ധാരാളം നോൺ വെജും വറുത്തതും പൊരിച്ചതും കഴിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇത് തന്നെയാണ് ആ രോഗത്തിൻ്റെ കാരണം. അപ്പോൾ ഈ സ്വഭാവത്തെ ഇല്ലാതാക്കുക. അതായത് നോൺ വെജ് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രോഗവും ഇല്ലാതായി. അതിന് വരെ നമ്മൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ധാരാളം കൊളസ്ട്രോൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ആ കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ധാരാളം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മാംസവിഭവങ്ങൾ, മീനുകൾ, മുട്ടകൾ എല്ലാം കഴിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം മാറുന്നതല്ല. പലരും ഫാസ്റ്റ് ഫുഡിന് അഡിക്റ്റഡാണ്. പലതരത്തിലുള്ള കെമിക്കലുകൾ നിറഞ്ഞ ഫാസ്റ്റ് ഫുഡുകൾ അവ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നു. അവസാനം ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം അവരിൽ കാണുന്നു.
അതിനാൽ ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ആ വസ്തുക്കൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഒഴിവാകുന്നതാണ്. നമ്മൾക്ക് തെറ്റായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ജങ്ക് ഫുഡ് കഴിക്കുക, ചായ, കാപ്പി, പാല്, മുട്ട, മീൻ, ഇറച്ചി തുടങ്ങിയവ കഴിക്കുക, വിശപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കുക, വിഷം നിറഞ്ഞ വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണവും ഉപയോഗിക്കുക, ദിവസവും പല പ്രാവശ്യം ചായ, കാപ്പി, പഞ്ചസാര, മൈദ, വെളുത്ത ഉപ്പ് തുടങ്ങിയവ ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗം വരിക തന്നെ ചെയ്യും. അതിനാൽ രോഗത്തെ എല്ലാം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തെയാണ്. നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ തെറ്റുകൾ ഇല്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ രോഗവും ഇല്ലാതാവും. ഉദാഹരണമായിട്ട് നിങ്ങൾ പാല്, മുട്ട, തൈര്, ഇറച്ചി, മത്സ്യം, അതേപോലെ തന്നെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇവയെല്ലാം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കൊളസ്ട്രോളും ബി.പിയും ഷുഗറും എല്ലാം നോർമലാകുന്നത് കാണാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പ്രകൃതി ജീവനത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. രോഗത്തെ ഉണ്ടാക്കുന്ന ഭക്ഷണവും പാനീയവും ദിനചര്യകളും തന്നെയാണ് രോഗത്തിന് കാരണം. രോഗത്തെ ഇല്ലാതാക്കാൻ നമ്മുടെ ഭക്ഷണം ശുദ്ധമാക്കുക, ദിനചര്യ ശരിയാക്കുക, നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന പാനീയങ്ങൾ ശരിയാക്കുക, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് രോഗങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പ്രകൃതി ജീവനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് പഠിക്കാൻ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലോ സ്കൂളിലോ ഒന്നും തന്നെ പോകേണ്ട കാര്യമില്ല. ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു പട്ടിക്കുഞ്ഞിൻ്റെ കാര്യം എടുക്കുക. പിറന്ന് വീണപ്പോൾ തന്നെ ആ പട്ടിക്കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്തുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പട്ടിക്കുഞ്ഞിന് രോഗം വരുന്ന സമയത്ത് അത് കറുകപ്പുല്ല് തേടി പിടിച്ച് അതിനെ കടിക്കുന്നത് കാണാം, അതിന് കഴിക്കുന്നത് കാണാം, അതിനെ ഛർദ്ദിക്കുന്നത് കാണാം. ഈ അറിവ് ആ പട്ടിക്കുഞ്ഞിന് ആരാണ് പകർന്നു കൊടുത്തത്? രോഗം വരുന്ന സമയത്ത് ആ പട്ടിക്കുഞ്ഞ് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വെയിലത്ത് കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ തണലത്ത് കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ ജലത്തിൽ കിടക്കുന്നത് കാണാം. ഇതെല്ലാം ആരാണ് ആ പട്ടിക്കുഞ്ഞിനെ പഠിപ്പിച്ചത്? രോഗം വരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മാംസഭക്ഷണം പോലും ആ പട്ടിക്കുഞ്ഞ് ഉപേക്ഷിക്കുന്നു. അത്രയധികം അതിൻ്റെ മേലെ നിയന്ത്രണമുണ്ട്. ഈ ലോകത്തിലുള്ള സർവ്വജീവികളും, അതായത് മൃഗങ്ങളായാലും പക്ഷികളായാലും, ഇവ എങ്ങനെയാണ് രോഗമില്ലാതെ ജീവിക്കുന്നത്? അവയ്ക്ക് എന്തുകൊണ്ട് ആശുപത്രികളും ഡോക്ടർമാരും ഇല്ലാതെയും അവർ വളരെ സ്വസ്ഥരായിട്ട് ജീവിക്കുന്നു? മനുഷ്യനുമായിട്ട് ഇടപെടുന്ന മൃഗങ്ങളിൽ മാത്രമേ രോഗങ്ങൾ കാണുന്നുള്ളൂ. ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ ഭക്ഷണം കഴിക്കുന്ന പട്ടികൾ, പൂച്ചകൾ, അതേപോലെ തന്നെ മാടുകൾ, ഇവയിലാണ് രോഗങ്ങൾ കാണുന്നത്. എന്നാൽ കാട്ടിൽ വളരെ സ്വതന്ത്രരായിട്ട് നടക്കുന്ന ജീവികളിൽ ഒരു രോഗവും കാണാറില്ല. അതിൻ്റെ കാരണം എന്താണ്? കാരണം ആ ജീവികൾക്ക് എങ്ങനെ രോഗം വരുന്നു, ആ രോഗത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് സ്വയം ഒരു അറിവുണ്ട്. അതായത് ശരീരത്തിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവുന്നു. ആ ഭാഷയ്ക്കനുസരിച്ച് അവർ പ്രതികരിക്കുന്നു. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ആ ഭാഷയെ മറന്നു. ഉദാഹരണമായിട്ട് നമ്മൾക്ക് വിശപ്പില്ലെങ്കിൽ കൂടി നമ്മൾ വിശപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മറ്റുള്ള ജീവികൾ വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ പ്രേരണ മൂലം അവർ ഏത് ഭക്ഷണമാണോ ആഗ്രഹിക്കുന്നത് ആ ഭക്ഷണം കഴിക്കുന്നു. അതുമൂലം അവർ രോഗവും ആശുപത്രിയും ഇല്ലാതെ സ്വസ്ഥരായിട്ട് ജീവിക്കുന്നു. ഈ ഒരു സമീപനമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. നമ്മളുടെ വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കലും ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നാച്ചുറോപ്പതി എന്ന് പറയുന്ന പേര് തന്നെ നമ്മൾ കേട്ടിട്ടില്ല. പ്രകൃതി ജീവനം എന്ന പേര് തന്നെ നമ്മൾ കേട്ടിട്ടില്ല. ആ പേര് കേൾക്കാൻ ആരും നമ്മളെ സമ്മതിക്കുന്നുമില്ല. നമ്മളെ പഠിപ്പിക്കുന്നത് കലോറി തിയറി, ബാക്ടീരിയ വൈറസ് തിയറി, വിറ്റമിൻ ആൻഡ് മിനറൽ തിയറി, ഇവയൊക്കെയാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രകൃതി ജീവനത്തിൻ്റെ തത്വങ്ങൾ കൊണ്ടുവരാൻ ആര് ശ്രമിക്കുന്നുവോ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധിക്കുകയുമില്ല. കാരണം ആഗോളതലത്തിൽ ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നിയന്ത്രിക്കുന്നത് ഫാർമസികൾ തന്നെയാണ് എന്നുള്ള സത്യം ഇവിടെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറിവുകൾ നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ അറിവുകൾ ധാരാളം പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഹെൽത്ത് പ്രൊമോട്ടറായിട്ട് സ്വയം മറ്റുള്ളവരെ സേവിക്കുക. നിങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടി പ്രകൃതി ജീവനത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ സ്വയം എടുക്കുക. ഓരോ കുടുംബത്തിലും ഓരോ ആൾക്കാരിലും നമ്മൾ പ്രകൃതി ജീവനത്തിൻ്റെ സന്ദേശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. മരുന്നുകളില്ലാത്ത, ആശുപത്രികളില്ലാത്ത സുന്ദരമായിട്ടുള്ളൊരു ലോകത്തെ അപ്പോൾ മാത്രമേ നമ്മൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ബാക്കിയുള്ള വീഡിയോകളുടെ പ്ലേലിസ്റ്റ്
ഈ വീഡിയോൻ്റെ താഴത്തുണ്ട്. ഈ പ്രകൃതി ജീവന ക്ലാസ്സുകളെ എത്രത്തോളം നിങ്ങൾ എത്ര ആൾക്കാരിൽ എത്തിക്കാൻ സാധിക്കുമോ അത്രയും എത്തിക്കുക. അതുകൂടാതെ ഇതിൻ്റെ സിദ്ധാന്തങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എത്ര പേർക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുമോ അത്ര പേർക്ക് ക്ലാസ് എടുക്കുക. നിങ്ങൾ ഓരോരുത്തരും ഹെൽത്ത് പ്രൊമോട്ടർമാരായിട്ട് തീരണം. ഓരോരുത്തരും ഇതിൻ്റെ അധ്യാപകരായിട്ട് തീരണം. നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.